യേശുവിൻ മാധുര്യമേറും ഹൃദയമേ, നിൻ മുൻപിലാദരവോടെ നിൽപ്പൂ. യേശുവിൻ മാധുര്യമേറും ഹൃദയമേ, നിൻ മുൻപിലാദരവോടെ നിൽപ്പൂ. ഈ കുടുംബത്തിൻ്റെ ദൈവവും കർത്താവും നീയാണെന്നേറ്റു ചൊല്ലുന്നു ഞങ്ങൾ. നമസ്കാരം. നാദോപാസനയുടെ അനശ്വര ഗീതങ്ങൾ എന്ന സംഗീത പരമ്പരയുടെ 6ാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നേ ദിവസം ഒരുപക്ഷെ കേരളത്തില് ഈ ഒരു സംഗീത ആൽബം കേട്ടിട്ടില്ലാത്ത ക്രൈസ്തവരാരും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ പാടിയിട്ടുള്ളതും പള്ളികളിലും ഒക്കെ ആയി പാടിയിട്ടുള്ള യേശുവിൻ മാധുര്യമേറും ഹൃദയമേ, ആ ഒരു ഗാനത്തിൻ്റെ പിറവിക്ക് പിന്നിൽ ഈ ഇരിക്കുന്ന മനുഷ്യനാണ് എന്നുള്ളത് എത്ര പേർക്ക് അറിയാം എന്നെനിക്ക് അറിഞ്ഞുകൂടാ. എനിവേ, ഒരിക്കൽ കൂടി സണ്ണി സാറിന് ഈ ഒരു പരമ്പരയിലേക്ക് സ്വാഗതം. യേശുവിൻ മാധുര്യമേറും ഹൃദയമേ എന്നുള്ള ആ ഒരു സംഗീത ആൽബത്തെ കുറിച്ച് പങ്കുവയ്ക്കാൻ സ്നേഹപൂർവ്വം സാറിന് ക്ഷണിക്കുക. ഫാദർ തോമസ് എടയാലാണ് ഇതിൻ്റെ ലിറിക്സ് എഴുതിവിടെ കൊണ്ടുവന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ആശയമായിരുന്നു ഒരു ക്രിസ്തീയ കുടുംബത്തിന് എങ്ങനെയായിരിക്കണം, അവിടുത്തെ പ്രാർത്ഥന എങ്ങനെയായിരിക്കണം, ജീവിതം എങ്ങനെയായിരിക്കണം എന്നൊക്കെ പുള്ളിക്ക് റൈറ്റപ്പും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് 9 പാട്ട് ഇവിടെ കൊണ്ടുവന്ന് അച്ഛനെ ഏൽപ്പിച്ചു. ഞങ്ങളത് ചർച്ച ചെയ്തിട്ടാണ് ഓരോ പാട്ടുകളും ഓരോന്നായിട്ട് ഈണം കൊടുത്തു വന്നത്. ഈ യേശുവിൻ മാധുര്യം എന്നുള്ള പാട്ട് എനിക്ക് മനസ്സിലുണ്ടാക്കിയൊരു വികാരം എന്ന് വെച്ചാൽ, നമുക്ക് വീട്ടില് പള്ളിയില് നമ്മൾ 2-3 പേരോടും പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമുക്ക് ഈസി ആയിട്ട് പാടാവുന്ന ഒരു പാട്ട്, സിമ്പിൾ ആയിരിക്കണം. അപ്പൊ അതിന് ഞാൻ ഉപയോഗിച്ച് നമ്മുടെ കീബോർഡിലെ കപ്ലർ സിസ്റ്റം ഉണ്ട്. 2 നോട്ട് കൂടി അപ്പൊ ഇത് കേട്ട വഴി അടയാളിച്ചു പോകുന്നു, ഇത് മതി. അപ്പൊ അങ്ങനെ വളരെ അത് സാറ് പെട്ടെന്ന് ഇരിക്കുന്ന സമയത്ത് തന്നെ അങ്ങനെ ഒരു അതെ ഈ പാട്ട് ഈ ലിറിക്സ് എൻ്റെ കിട്ടിയപ്പോ അതിന് ആകെ ഒരു കോംപ്ലിക്കേഷനുള്ള എല്ലാം ഓഫ് ബീറ്റാണ്. അതേ ഉള്ളൂ. അത് ആൾക്കാർക്ക് ഒരു ശരി അങ്ങനെ പാടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പിന്നെ ഈ പാട്ടില് ഡി മേജറിൽ ഇതിങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ കോഡ്സിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയാണ് കുട്ടീച്ചനെ അതിൻ്റെ ഓർക്കസ്ട്രേഷനൊക്കെ ചെയ്തത്. ഡി മൈനർ ഓർക്കസ്ട്ര ചെയ്തത്. എനിക്ക് കിട്ടിയ ഒരു അവാർഡ് മാതിരി മിൻമിനി അന്ന് തെളിഞ്ഞു വരുന്നേ ഉള്ളു. അത് കഴിഞ്ഞ് അവർക്ക് അവാർഡൊക്കെ കിട്ടിയതും എല്ലാ കാര്യം. സൂപ്പർ ശബ്ദമല്ലേ. ഞാൻ ഒരിക്കൽ വേറൊരു സ്റ്റുഡിയോയിൽ റെക്കോർഡിങ്ങിന് ചെന്നപ്പോൾ ബേണി ഇഗ്നേഷ്യസ് അവിടെ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ബേണി ചോദിച്ചു, ബേണിയാ ഈ പാട്ടിന് കീബോർഡും ഗിറ്റാറും വായിച്ചേക്കണം. അപ്പോൾ ബേണി ബ്രദറിനോട് ചോദിച്ചു, അദ്ദേഹത്തെ അറിയുമോയെന്ന് ചോദിച്ചു. എന്റെ ദൈവമേ, ജനഗണമന പോലെയുള്ള യേശുവിൻ മാതിരിയല്ലേ ഈ വന്നത്. സത്യമാച്ചോ, ജനഗണമന മാതിരിയാണ്. തീർച്ചയായിട്ടും. ഞങ്ങൾ ഈയിടെ എൻ്റെ അനിയന്റെ മോന്റെ കല്യാണത്തിന് പോലും ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടെ ഈ പാട്ടാ പാടി പള്ളിയിൽ. എല്ലാവരും നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു. അത് കുടുംബഗീതങ്ങൾ എന്ന ആൽബത്തിലെ എല്ലാ പാട്ടുകളും വളരെ മനോഹരമാണ്. അച്ഛനൊരു പാട്ട് പാടിയിട്ടില്ലേ? ഞാൻ അതിലൊരു പാട്ട് പാടിയിട്ടുണ്ട്. അത് റീവർക്ക് ചെയ്ത് പുറത്തിറങ്ങിയപ്പോഴാട്ടോ, നമ്മൾ അന്നൊന്നും ഇല്ലല്ലോ. അപ്പൊ ഏതായാലും അതിലെ എല്ലാ പാട്ടുകളും എനിക്ക് തോന്നുന്നു, പ്രത്യേകിച്ച് ഈ ഒരു പാട്ട് എനിക്ക് ആ ഒരു മൊത്തത്തിലുള്ള സംഗീത ആൽബത്തിന്റെ ഏറ്റവും ഒരു ഇഷ്ടപ്പെട്ട, അല്ലെ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തൊരു പാട്ടാണ് ഈ ഒരു പാട്ട്. അതിന്റെ സിംപ്ലിസിറ്റി കൊണ്ടും അത് അറേഞ്ച് ചെയ്ത വിധം കൊണ്ടും ഒക്കെ അത് വ്യത്യസ്തമാണ്. അതാണ് അതിനകത്ത് ഏറ്റവും വലിയ കാര്യം. ലിറിക്സ് മാതിരി തന്നെ സിമ്പിൾ ആയിട്ട് ട്യൂൺ. അച്ഛന്റെ എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു. തീർച്ചയായിട്ടും അച്ഛൻ്റെ അതിനകത്തുള്ള അതിനെ ബീറ്റ് ചെയ്യുന്ന ഒരു പാട്ടെന്ന് പറയണത് ബലിപീഠമല്ലോ കുടുംബം. അതിനകത്ത് ഒരു ചെറിയ ആശയം പുള്ളി കൊണ്ടുവന്നിട്ട് എല്ലാം കുരിശിലേക്ക് സമർപ്പിക്കുന്ന ഒരു ഫീലിംഗ് പുള്ളി കൊണ്ടുവന്നിട്ടുണ്ട്. അതാരും അങ്ങനെ ഇതിനു മുമ്പ് പ്രയോഗിച്ച് ഞാൻ കേട്ടിട്ടില്ല. പിന്നെ ഈ പാട്ടാണ് ഏറ്റവും ലിറിക്സ് വൈസും എല്ലാം നല്ല പാട്ട്.
അച്ഛന് എത്ര വയസ്സ് കാണും ഈ ആൽബം ഒക്കെ? ഇയർ എന്ന് പറയാം 1987, 88. 87-ലൊക്കെ എനിക്കൊരു 3-4 വയസ്സുണ്ട്. പക്ഷെ എന്നാലും ഞാൻ എന്റെ ചെറുപ്പം മുതലേ ഒരുപാട് കേട്ടിട്ടുള്ളൊരു പാട്ട്. അപ്പൊ അത് സത്യം പറഞ്ഞാൽ ഞാന് നമ്മൾ അന്നൊക്കെ ജസ്റ്റ് പാട്ട് കേൾക്കുന്നല്ലാതെ ഇതിന്റെ പിറകിൽ ആരാണ്, ഇത് കമ്പോസ് ചെയ്തതാരാണ്, അതുപോലെ തന്നെ ഇത് എഴുതിയതാരാണ് എന്നും നമ്മൾ അന്ന് ചിന്തിക്കുന്നില്ലല്ലോ. അപ്പൊ അത്രയും പരിചിതമായൊരു പാട്ടിന്റെ ഒരു ഉടമ എന്റെ തൊട്ടടുത്ത് ഇരിക്കുന്നുണ്ട് എന്ന് അറിയുമ്പോൾ തന്നെ വലിയൊരു സന്തോഷം തോന്നുന്നു. തീർച്ചയായിട്ടും എന്താ വെച്ചാൽ എനിക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നത്. എവിടെയൊക്കെ ഇത് പാടി കേട്ടാലും ഞാൻ അത് കേട്ട് തീരാതെ ഞാൻ പോരത്തില്ല. പള്ളികളിൽ കൊയറിനൊക്കെ ഒത്തിരി പാടുമായിരുന്നല്ലോ ഇത്. പിന്നെ വീടുകളിൽ 100 പേര് കൂടി കൊല്ലത്ത് ഇതൊന്ന് പാടി, 100 പേര് വിത്ത് എ സിംഗിൾ കീബോർഡ്. അത് റെക്കോർഡ് ചെയ്ത് തന്നെ കേൾപ്പിച്ചായിരുന്നു അവർ. ഇറ്റ് വാസ് ആൻ എക്സ്പീരിയൻസ്. അപ്പോൾ ഞങ്ങളെല്ലാവരും എന്നുള്ള അതൊക്കെ അങ്ങോട്ട് കോറസായിട്ട് വരുമ്പോഴേ രസമാണെന്നറിയാം. അപ്പോൾ ഇപ്പോൾ ഈ പാട്ട് പോലെയുള്ള പാട്ടുകൾ ഉണ്ടാക്കാൻ വിഷമം വെച്ചു. അച്ഛനറിയാലോ, അച്ഛനിപ്പോൾ ഒത്തിരി പാട്ടുകൾ പാടുന്നുണ്ടല്ലോ. കുടുംബഗീതങ്ങളുടെ റീവർക്കില് വിനയ എന്ന് പറഞ്ഞ ഒരു കുട്ടി യേശുവാണൻ കുടുംബത്തിൻ നാഥനൻ എന്നുള്ള പാട്ട് പാടി. അത് ഒറിജിനലി മിൻമിനിയാ പാടിയേക്കുന്നത്. അതൊക്കെ തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അന്ന് മിൻമിനിയൊക്കെ നമുക്ക് അഫോർഡബിൾ ആയിരുന്നു. പിന്നെ അവര് ഇങ്ങനെയുള്ള പാട്ടുകൾ. പിന്നെ സതീഷ് ബാബു 4-5 പാട്ട് പാടിയേക്കുന്ന സതീഷ് ബാബുവാണ്. അപ്പോൾ ഏതായാലും നാദോപാസനയുടെ ഒരു ടൈറ്റിലില് ഏറ്റവും നല്ല കാസറ്റ് എന്ന് പറഞ്ഞ കുടുംബഗീതങ്ങളാണ്. അപ്പോൾ ഈ ഒരു സംഗീതം കേരള ക്രൈസ്തവ സഭയ്ക്ക് നൽകിയ സണ്ണി സാറിന് ഒരുപാട് നന്ദി. കാരണം അത് അങ്ങനെ ഒരു പാട്ട് ഒരുപക്ഷെ സാറില്ലായിരുന്നെങ്കിൽ എനിക്കില്ലായിരുന്നു. ഇത്രയും മനോഹരമായൊരു പാട്ട്, നമ്മൾ ഇന്നും പാടിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. യേശുവിൻ മാധുര്യം ഉള്ള ഹൃദയമേ എന്ന ആ ഒരു പാട്ട്, അത് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും കേൾക്കണം. നമ്മൾ ഇമ്മീഡിയറ്റ്ലി അത് അപ്ലോഡ് ചെയ്യുന്നതാണ്. അത് ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിന്റെ പ്രാർത്ഥന അന്തരീക്ഷത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു പാട്ടായിട്ട് അത് മാറും. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.